Hi everyone, welcome back to Learning. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോർഡ് എക്സാമിൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഓരോ ക്വസ്റ്റ്യൻസിനും എത്ര മാർക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓൾറെഡി അതിൽ മെൻഷൻഡ് ആണ്. സോ ലെറ്റ് us start. First question. If x plus y comma y minus 4 is equal to 3 comma 7, then find the values of x and y. For first question answer, അതായത് x plus 1 is equal to ഇപ്പോൾ correct exactly ആ same element match ചെയ്ത്, അതായത് ബ്രാക്കറ്റിൽ ഓൾറെഡി x plus 1 comma y minus 4 എന്ന് തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ 3 comma 7 തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഈക്വൽ ടു RHSലെ ഫസ്റ്റ് ടേം, അപ്പോൾ x plus 1 is equal to 3 അല്ലേ, അതാണ് അതിന്റെ മീനിങ്. സോ x plus 1 equal to 3 എന്ന് പറഞ്ഞാൽ ഈ 1നെ RHSൽ കൊണ്ടുപോയാൽ xന്റെ വാല്യൂ എന്താ 3 minus 1 that is 2. നെക്സ്റ്റ് കേസ് y minus 4 is equal to സെക്കൻഡ് എലമെന്റ് y minus 4 7 ആണെന്ന് കിട്ടി. സോ y is equal to ഈ -4 RHSൽ കൊണ്ടുപോയാൽ 7 plus 4 വരും, that is 11. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് the Cartesian product A cross A has 9 elements among which 2 elements are A minus A comma 0 and 0 comma A. Write A. Also find A cross A. അപ്പോൾ നമുക്ക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ, സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർസ് ആണ് അല്ലെ. അതായത് ഇപ്പൊ സപ്പോസ് എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും രണ്ട് സെറ്റ്സ് കൺസിഡർ ചെയ്യാം. ആൻഡ് കൺസിഡർ ദ എലമെന്റ് എ വിച്ച് ബിലോങ്സ് ടു എ ആൻഡ് ബി വിച്ച് ബിലോങ്സ് ടു ബി. ക്ലിയർ ആയാലും അങ്ങനെയാണെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ, ഓർഡേർഡ് പെയർ എ കൊമ ബി ആണ് വരിക. ക്ലിയർ ആയല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നമുക്ക് ആകെ ഒരേ ഒരു സെറ്റേ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ തന്നെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് എ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഹാസ് 9 എലമെന്റ്സ് എമംഗ് വിച്ച് 2 എലമെന്റ്സ്. ഇപ്പൊ 9 എലമെന്റ്സിൽ 2 എലമെന്റ്സ് തന്നിട്ടുണ്ട്, മൈനസ് എ കൊമ 0 0 കൊമ എ. അങ്ങനെയാണെങ്കിൽ എ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. ഓൾസോ ഫൈൻഡ് എ ക്രോസ് എ. ക്ലിയർ ആയല്ലോ. സോ നമുക്ക് എ ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക, തന്നിരിക്കുന്ന ആ ഒരു ഓർഡർഡ് പെയറിൽ മൈനസ് എ 0 എ ഇതാണ് 3 എലമെന്റ്സ് വരുന്നത്. സോ അതാണ് സെറ്റ് എ, മൈനസ് എ കൊമ 0 കൊമ എ. ഇനി നമ്മുടെ അടുത്ത് എ ക്രോസ് എ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിൽ ഇപ്പൊ 2 എലമെന്റ്സ് ഓൾറെഡി മൈനസ് എ കൊമ 0 0 കൊമ എ തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓർഡർഡ് പെയർ ആണ് എ കൊമ ബി. ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മുടെ ഓൾറെഡി അതേ എലമെന്റ്സ് വെച്ചിട്ട് തന്നെയാണ് ഓർഡർ പെയർസ് ചെയ്തിട്ടുള്ളത്, കാരണം ഒറ്റ സെറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ ആ സെറ്റിലെ അതേ എലമെന്റ്സിന് ബേസ് ചെയ്തിട്ട് നമുക്ക് ഓർഡർ പെയർസ് ചെയ്തണം. സോ 3 എലമെന്റ്സ് കിട്ടിയില്ലേ, മൈനസ് എ 0. അപ്പോൾ ഓരോന്നും കറസ്പോണ്ടിങ് ഓർഡർ പെയർസ് ചെയ്താൽ ആദ്യം മൈനസ് എ വെച്ചിട്ട് എഴുതാം, മൈനസ് എ കൊമ മൈനസ് എ, പിന്നെ മൈനസ് എ കൊമ 0, ആദ്യം അതിന്റെ തന്നെ ഓർഡർ പെയർ, പിന്നെ നെക്സ്റ്റ് എലമെന്റ്സ് അതായത് 0 എയും വെച്ചിട്ട് ഈ മൈനസ് എയുടെ ഓർഡർ പെയർ, മൈനസ് എ കൊമ 0 ദെൻ മൈനസ് എ കൊമ എ. അതേപോലെ 0 വെച്ചിട്ട് ഓക്കെ 0 കൊമ 0 ഒരു എലമെന്റ്, പിന്നെ ഒരു പെയർ, പിന്നെ 0 കൊമ മൈനസ് എ 0 കൊമ എ. നെക്സ്റ്റ് കേസ് എന്താ, എ കൊമ എ എന്ന് പറയുന്നത് ഒരു ഓർഡർ പെയർ വരും, ദെൻ എ കൊമ മൈനസ് എ കൊമ 0. അപ്പൊ അങ്ങനെ 9 എലമെന്റ്സ് നമുക്ക് കിട്ടും. Next question, let f such that r to r, g such that r to r defined by f of x is equal to x plus 1, g of x is equal to 2x minus 3. Find f plus g of x and f dot g of x. ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് പാർട്ട് ഇവിടെയാണ് ആൻസർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ, എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് അത്രയേ ഉള്ളൂ. സോ എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 1 ആണ്, ജി ഓഫ് എക്സ് 2x മൈനസ് 3 ആണ്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ എക്സ് പ്ലസ് 2x എന്താ 3x, 1 മൈനസ് 3 എന്താ മൈനസ് 2, സോ 3x മൈനസ് 2. നെക്സ്റ്റ് കേസ് എന്താ പറഞ്ഞിട്ടുള്ളത്, എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ആണ്. എഫ് ഡോട്ട് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, രണ്ടിന്റെയും പ്രോഡക്റ്റ്. അപ്പൊ എക്സ് പ്ലസ് 1 ഇൻറ്റു 2x മൈനസ് 3, അതായത് 2x ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക, 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 2x മൈനസ് 3. അത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടേം എന്താ, സിംപ്ലിഫൈഡ് ആയിട്ട് 2x സ്ക്വയർ, ഈ മൈനസ് 3x പ്ലസ് 2x എന്താ മൈനസ് x, പിന്നെ മൈനസ് 3. ഓക്കെ 2x സ്ക്വയർ മൈനസ് x മൈനസ് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് the function h such that r to r defined by h of x is equal to modulus of x. ഓക്കെ ഇതാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്, modulus of x. Draw the graph of h of x. Also write its domain and range. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മോഡുലസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അതിന്റെ ഗ്രാഫ് വരയ്ക്കണം, ഡൊമൈനും റേഞ്ചും മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഈ മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലസ് ഓർ മൈനസ് എക്സ് ആണ് വരിക അല്ലെ. ഒന്ന് പ്ലസ് കേസും പിന്നെ മൈനസ് പ്ലസ് എക്സും മൈനസ് എക്സ് കേസും. അപ്പൊ കറക്റ്റ് എക്സാക്ട്ലി ഈ വൈയുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ നമുക്ക് ഇപ്പൊ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ കേസ് എന്താ, സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. ഇപ്പൊ പ്ലസ് എക്സ് ഇങ്ങനെ വരും, മൈനസ് എക്സ് എന്ന് പറയുന്നത് LHS ഇങ്ങനെ വരും. ഓക്കെ സോ
ബോത്ത് സൈഡ്സിലും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ മോഡുലസ് എക്സ് ആണല്ലോ, പ്ലസ് എക്സ് റൈറ്റ് സൈഡിലും മൈനസ് എക്സ് ലെഫ്റ്റ് സൈഡിലും. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇനി ഡൊമെയിൻ ആൻഡ് റേഞ്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, all possible values this function can take എന്നാണ് അല്ലെ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ശരിക്കും പറയുകയാണെങ്കിൽ ആറാണ്, അതായത് ആർ എന്ന് പറയുന്നത് എന്താ, റിയൽ നമ്പേഴ്സ്. ആ റിയൽ നമ്പേഴ്സിന് എൻറ്റയർ വാല്യൂസ് തന്നെ നമുക്ക് ഡൊമെയിൻ ആയിട്ട് വരും. ക്ലിയർ ആയി? കാരണം എന്താ, മോഡുലസ് എക്സ് എന്ന് പറയുന്നത് ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ -∞ to ∞, റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, -∞ to ∞, എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് വരും. സോ ഒന്നെങ്കിൽ ഇതുപോലെ -∞ to ∞ ഇങ്ങനെ മെൻഷൻ ചെയ്യും, അല്ലെങ്കിൽ ആർ എന്ന് മെൻഷൻ ചെയ്താൽ അത് ക്ലിയർ ആണ്. ഇറ്റ് ഈസ് അതായത് -∞ to ∞ ആണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കേസ് പറയുന്നത് റേഞ്ച് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് എന്താ, ഓൾ പോസിബിൾ നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം അല്ലെ. നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ നമുക്ക് ആ കേസ് പറയുകയാണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവൽ 0, ഓപ്പൺ ഇന്റർവൽ ∞, അതായത് സെമി ക്ലോസ്ഡ് ആണ് പറയുന്നത് 0, ∞. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 0 ഇൻക്ലൂഡ് ചെയ്യാം, ദെൻ 0 to ∞ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മോഡുലസ് എക്സിന്റെ ഗ്രാഫ് നമ്മൾ വരച്ചു. എഗെയിൻ അതിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ആറാണ്, റിയൽ നമ്പേഴ്സ്, അതായത് -∞ to ∞. ഇനി അതിൽ നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതായത് സെമി ക്ലോസ് 0, ∞. അതാണ് എക്സാക്ട്ലി റേഞ്ച് വരുന്നത്. Next question, let A is equal to set 1, 2, 3, 4, 5, 6, 7, 8. A relation R from A to A is defined by R is equal to x, y. Okay, pair x, y, where 2x minus y is equal to 0. അപ്പോൾ condition എന്താ, 2x minus y is equal to 0, where xy belongs to A. Write down its domain and range. Okay, അപ്പോൾ ഇവിടെ 2x minus y equal to 0 തന്നിട്ടുണ്ടല്ലോ, അത് ജസ്റ്റ് -y RHSൽ കൊണ്ടുപോയാൽ yയുടെ വാല്യൂ എന്താ കിട്ടാം, 2x ആണ്. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുന്ന സെക്കൻഡ്, അതായത് ഇപ്പോൾ ഓർഡേഡ് പെയർ ആണല്ലോ, x, y ആണ് നമുക്ക് ഓർഡേഡ് പെയർ ആയിട്ട് ഇതുണ്ട്. അതിലിപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് എടുത്താലും y എന്താ, 2x ആണ്. x ആയിട്ട് എടുത്താൽ yയുടെ വാല്യൂ 2x ആണ്. സോ x 1 എടുത്താൽ yയുടെ വാല്യൂ 2 എടുക്കണം, അങ്ങനെ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ R എന്ന് പറയുന്നത് റിലേഷൻ R എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, 1 എടുക്കുകയാണെങ്കിൽ 2, 2 എടുക്കുകയാണെങ്കിൽ 4, 3, 6, 4, 8. ഇതാണ് നമുക്ക് R വരിക റിലേഷൻ അല്ലേ. ഇനി ഇതിന്റെ ഡൊമെയിൻ ആൻഡ് റേഞ്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡൊമെയിൻ വാല്യൂസ് എന്താ, ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം. അതായത് നമ്മളിപ്പോൾ ഓർഡേഡ് പെയർസ് എഴുതുമ്പോൾ ഫസ്റ്റ്, അതായത് ആ പെയറിലെ ഫസ്റ്റ് എലമെന്റ്സ് അല്ലേ, അതാണ് ഡൊമെയിനിൽ വരിക, അതായത് 1, 2, 3, 4. ഇനി സെക്കൻഡ് സെറ്റ് ഓഫ് എലമെന്റ്സ് ഇല്ലേ, 2, 4, 6, 8, അതാണ് റേഞ്ചിൽ വരിക. റേഞ്ച് ഇസ് ഈക്വൽ ടു സെറ്റ് 2, 4, 6, 8. ക്ലിയർ ആയല്ലോ? ഇനി നമ്മളിത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f such that R to R defined by f of x is equal to mod x plus 1 ആണ്. ഓക്കെ, അതായത് f of x ന്റെ വാല്യൂ എന്താണ്, mod x plus 1 ആണ്. സോ നേരത്തെ നമ്മൾ മോഡുലസ് എക്സിന്റെ ഓൾറെഡി ഗ്രാഫ് കണ്ടതായിരുന്നു. അപ്പോൾ അതിന്റെ ചേഞ്ച് എന്തായിരുന്നു, ഒറിജിൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഇപ്പം എന്താ, മോഡുലസ് എക്സ് പ്ലസ് 1 ആണ് അല്ലെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1ലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് മോഡുലസ് എക്സ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? സോ ജസ്റ്റ് 1ൽ നിന്നാണ് ആ മോഡുലസ് എക്സിന്റെ ആ ഒരു ഗ്രാഫ് സെയിം തന്നെയാണ് വരിക മോഡുലസ് എക്സിന്റെ, പക്ഷെ +1 ആയതുകൊണ്ട് ആ y = 1 അവിടെയാണ് ഒറിജിനു പകരം y = 1 അവിടെയാണ് നമുക്ക് ഇതേ ഗ്രാഫ് ഡെപിക്ഷൻ വരിക. ഓക്കെ, next question, if x plus 1, y minus 2 = 3, 1, find the values of x and y. Let A is equal to set 1, 2, 3 and B is equal to set 3, 4. Find A cross B. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇത് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ടൈപ്പ് തന്നെ അല്ലേ. x plus 1 is equal to 3 ആണ്, അതേപോലെ y minus 2 is equal to 1. അതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ x plus 1, 3 പറഞ്ഞാൽ x equal to 2 ആണ് അല്ലേ. y minus 2 equal to 1 y is equal to 3 കിട്ടി. ഇനി എയും ബിയും തന്നിട്ടുണ്ട്, എ ക്രോസ് ബി കാണും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഡേഡ് പെയർസ് ചെയ്താൽ അല്ലേ. അപ്പോൾ ആദ്യം 1 വെച്ചിട്ട് എഴുതാം, 1, 3, 1, 4. നെക്സ്റ്റ് 2 വെച്ചിട്ട് എഴുതാം, 2, 3, 2, 4. നെക്സ്റ്റ് 3 വെച്ചിട്ട് എഴുതാം, 3, 3, 3, 4. ഓക്കെ, അപ്പോൾ അതാണ് എ ക്രോസ് ബി. Next question, draw the graph of the function f such that R to R defined by f of x is equal to modulus x. ഓക്കെ, സെയിം തന്നെ നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ജസ്റ്റ് ഈ ഗ്രാഫിലൂടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയും അഗെയിൻ റിപ്പീറ്റഡായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6 and R is a relation defined from A to A by R is equal to ordered pair x, y such that y is equal to x plus 1.
ഓക്കെ, ഇനി അതിൽ സബ് പാർട്ട് ഉണ്ട്. അതായത് എ ചോദിച്ചിട്ടുള്ളത് ഡെപിക്ട് ദിസ് റിലേഷൻ യൂസിങ് ആൻ ആരോ ഡയഗ്രാം. ക്ലിയർ ആയല്ലോ. പിന്നെ റൈറ്റ് ദ ഡൊമെയിൻ ഓഫ് ആർ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം ഓൾറെഡി ഗ്രാഫ് ഇവിടെ മെൻഷൻ ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എ തന്നിട്ടുണ്ട് 1 2 3 4 5 6. അപ്പോൾ എയിലെ വാല്യൂസ് എന്താ 1 2 3 4 5 6. ഓക്കെ, ഇനി എക്സ് കോമ വൈ ഷുഡ് ബി സച്ച് ദാറ്റ് y is equal to x plus 1 ആണ്. ക്ലിയർ ആയല്ലോ. y is equal to x plus 1 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഓക്കെ, അപ്പം അതിൻ്റെ +1 ആണ് ഇവിടെ നമുക്ക് മാപ്പിംഗ് വരിക. അതായത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട് ഡെപിക്ട് ദിസ് റിലേഷൻ യൂസിങ് ആൻ ആരോ ഡയഗ്രാം. ക്ലിയർ ആയല്ലോ. സോ ഇവിടെ റിലേഷൻ എന്ന് പറയുന്നത് ഇവിടെ രണ്ടും എ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 1 2 3 4 5 6 രണ്ടിലും കാണിച്ചിട്ടുണ്ട്. പക്ഷേ മാപ്പിംഗ് എങ്ങനെയാണ് വരിക? ആർ ടു ആർ എന്ന് പറയുന്ന റിലേഷൻ എങ്ങനെയാണ്? y ഷുഡ് ബി x plus 1. അപ്പോൾ y x plus 1 എന്ന് പറഞ്ഞാൽ x 1 ആവുമ്പോൾ yയുടെ വാല്യൂ എന്താ വരിക? 1 plus 1, അതായത് 2. സോ 1 to 2 അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് 2 വരുമ്പോൾ 2 plus 1 3, 3 വരുമ്പോൾ 3 plus 1 4. അതുപോലെ 6ന് മാത്രമേ എലമെന്റ് ഉണ്ടാവില്ല, കാരണം 6ന് 6 plus 1 7. ആ എലമെന്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആ മാപ്പിംഗ് ഇല്ല. പ്രീവിയസ് ആയിട്ട് വരുന്നത് 5ന് 5 plus 1 6 ആൾക്കാണ് മാപ്പിംഗ് ഉള്ളത്. ഓക്കെ, ഇതാണ് ആരോ ഡയഗ്രാം വെച്ചിട്ട് ഡെപിക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ദ ഡൊമെയിൻ ഓഫ് ആർ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൊമെയിൻ എന്നുള്ളത് ആ ഓർഡർ പെയറിലെ ഫസ്റ്റ് സെറ്റ്. അപ്പോൾ ഇവിടെ 1 2 3 4 5 6, അതായത് 6 വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6ന് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള എലമെന്റ് മാപ്പിംഗ് ഇല്ല. സോ നമ്മുടെ എലമെന്റ്സ്, അതായത് ഡൊമെയിനിൽ വരാവുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 2 3 4 5. നമുക്ക് 6 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, അത് ശ്രദ്ധിക്കണം കേട്ടോ. 6 എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ ഡൊമെയിനിൽ ഇനി എടുക്കാൻ പറ്റില്ല. നോർമലി എയിലത്തെ എലമെന്റ്സ് 1 to 6 വരെയാണ്. പക്ഷേ നമുക്ക് ഡൊമെയിനിൽ ഇനി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്താ? സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ടു ബി ഇൻക്ലൂഡഡ് അല്ലേ. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ 6ന് കറസ്പോണ്ടിങ് ആ ഒരു റിലേഷനിൽ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യുമ്പോൾ 6ന് കറസ്പോണ്ടിങ് എലമെന്റ് അപ്പുറത്ത് ഇല്ല. സോ നമുക്ക് ഈ ആറിന്റെ ഡൊമെയിൻ എപ്പോൾ എന്തായിരിക്കും? 1 2 3 4 5. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആ ഡയഗ്രാം ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ആ സെറ്റ് ബിൽഡർ ഫോം റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് നമുക്ക് ഗ്രാഫ് തന്നിട്ടുണ്ട്. ബിയിൽ നമുക്ക് ആ സെറ്റ് ബിൽഡർ ഫോം, ആ ഗ്രാഫിന് കറസ്പോണ്ടിങ് സെറ്റ് ബിൽഡർ ഫോം ജസ്റ്റ് ഇതേപോലെ മിക്സ് ആക്കി തന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം ഏത് ഗ്രാഫ് ഏത് റിലേഷൻ്റെയാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഗ്രാഫ് എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ആ ഗ്രാഫിന് സ്യൂട്ടഡ് ആയിട്ടുള്ള സെക്കൻഡ് ആണ്. സെക്കൻഡ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ എഫ് സച്ച് ദാറ്റ് ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇത് അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് ഈ ഗ്രാഫ് വരിക എന്നുള്ളത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബിൻ്റെ ഫോം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫാണിത്. സെക്കൻഡ് ബി എന്ന് പറയുന്നത് 4 ആണ് വരിക. അതായത് ഇപ്പോൾ ഇവിടെ ഇത് എക്സാക്ട്ലി നമുക്ക് നോക്കിയാൽ അറിയാം. ആർ എഫ് സച്ച് ദാറ്റ് ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അത് ട്രൂ ആണല്ലോ. എക്സ് ഗ്രേറ്റർ ദാൻ 0ൽ എഫ് ഓഫ് എക്സ് എന്നത് 1 ആണ്. ഇനി ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 ഇതിൽ ഈക്വൽ ടു 0 ആണ്. നെക്സ്റ്റ് കേസ് -1 ഇഫ് എക്സ് ലെസ് ദാൻ 0. -1 ഫോർ എക്സ് ലെസ് ദാൻ 0. ക്ലിയർ ആയല്ലോ. തേർഡ് കേസ് എന്ന് പറയുന്നത് നമുക്ക് സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ, അത് ജസ്റ്റ് ബോത്ത് സൈഡ്സും തന്നിട്ടുണ്ടല്ലോ, പ്ലസ് ആൻഡ് മൈനസ് സൈൻസിലും തന്നിട്ടുണ്ട്. സോ കറക്റ്റ് ആൻസർ എന്താ വരിക? 3 ആണ് വരിക. അതിൻ്റെ സെയിം മാച്ച് തന്നെയാണ് സ്ട്രേറ്റ് ആയി കാണിച്ചിട്ടുള്ളത്. എഫ് സച്ച് ദാറ്റ് ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് അല്ലേ, കാരണം സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ തന്നെയാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താ? എക്സ് തന്നെയാണ്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ആർ. എക്സ് ബിലോങ്സ് ടു ആർ. ആർ എന്ന് പറയുമ്പോൾ എന്താ? ഇതേപോലെ ഓൾ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വാല്യൂസ് ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഡി കറസ്പോണ്ട്സ് ടു റിലേഷൻ 1, അതായത് എഫ് സച്ച് ദാറ്റ് ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാമാണ് ഇവിടെ ഡെപിക്റ്റ് ചെയ്ത് കാണിച്ചത്. ഓക്കെ, താങ്ക് യു.